ഹായ് ഫ്രണ്ട്സ്, ജംസ് ഹോംലി കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ബീഫ് റെസിപ്പി ആയിട്ടാണ്. ബീഫ് കൊണ്ട് ഒരു കിടിലൻ ഐറ്റമാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം കാണുമ്പോൾ തന്നെ എല്ലാവരുടെയും വായിൽ വെള്ളം വരും. അത്രയും എന്താ പറയുക, രുചികരമായിട്ടുള്ളൊരു വിഭവമാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എങ്കിൽ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിങ്ങനെ ബീഫ് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി തന്നെ മുറിച്ചെടുത്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും അല്പം മുളക് പൊടിയും ചേർത്തിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു 3/4 വേവേ വേവിച്ചിട്ടുള്ളൂ, മുഴുവനായിട്ട് വേവിച്ചിട്ടില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ബീഫ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം. അതായത് നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കണം. എങ്ങനെയാണെന്ന് നോക്കാം. ചെറിയതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിനൊന്ന് നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കണം. അങ്ങനെ എല്ലാ കഷ്ണങ്ങളും നമ്മൾ ഈ രീതിയിൽ അരിഞ്ഞെടുത്തിട്ട് വേണം ബാക്കി പണി ചെയ്യാനായിട്ട്. അപ്പോൾ ബീഫ് മുഴുവനായിട്ട് വേവിക്കരുത്. അങ്ങനെയാണെങ്കിൽ ബീഫ് ഉടഞ്ഞു പോകും. ഇങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ബീഫ് 3/4 ഭാഗം വേവിച്ചെടുക്കാൻ പറയുന്നത്. എന്നിട്ട് ഇതേ രീതിയിൽ ബാക്കിയെല്ലാം ഞാനങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് പച്ചമുളക് ഇങ്ങനെ നെടുകെ ചീന്തി ഇട്ട് കൊടുത്തു. പിന്നീട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഫ്രൈ ചെയ്യാം. പച്ചമുളകും കറിവേപ്പിലയും ഒന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ നല്ലൊരു സ്മെല്ലാണ്. അത് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് 2 വലിയ സവാളയാണ്. ഞാനിവിടെ ഏകദേശം 1 കിലോയോളം ബീഫ് എടുത്തിട്ടുണ്ട്. അതിന് 2 വലിയ സവാള തന്നെ വേണം. അപ്പോൾ ബീഫ് കുറയുന്നതിനനുസരിച്ച് നമുക്ക് സവാളയും കുറയ്ക്കാം. സവാള കൂടുതലിടുമ്പോൾ മധുരം കൂടും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് 2 വലിയ സവാള എടുത്തിട്ടുള്ളത്. അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തുകൊണ്ട് നമുക്ക് ഈ സവാള ഇന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ബാക്കി ഉപ്പ് നമുക്ക് പിന്നീട് ചേർക്കാം. കുറച്ചേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇവിടെ സവാള നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഓരോന്നായി ചേർക്കണം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണം മാറിക്കിട്ടണം. ഇനി ഇതിലേക്ക് 1 തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ ഗരം മസാലയും അതുപോലെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഞാനിവിടെ ചേർക്കുന്നുണ്ട്. 3 ടീസ്പൂൺ ചേർക്കുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം എരിവും കളറും ഒക്കെ കിട്ടും. പിന്നെ എരിവിന് ഞാനിവിടെ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ മീറ്റ് മസാലയാണ്. മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ എന്ത് വേണേലും ചേർക്കാം. ആ 1 ടീസ്പൂൺ മീറ്റ് മസാലയും ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതുപോലെ ഇതിലേക്ക് 1 ചെറുനാരങ്ങ മുഴുവനായിട്ട് പിഴിഞ്ഞൊഴിക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി വഴറ്റിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് അല്പം ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. ആ ഓപ്ഷനിലാണ്, നിർബന്ധമില്ല. വേണമെങ്കിൽ ചേർത്താൽ മതി. നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല കളറ് കിട്ടും. അപ്പോൾ ഇത് ചേർക്കേണ്ടവർക്ക് ചേർക്കാം. ഞാനൊരു കളറ് കിട്ടാനായിട്ട് ചേർത്തതാണ്. അല്പം മല്ലിയില കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 3 ടേബിൾ സ്പൂൺ നമ്മുടെ ടൊമാറ്റോ സോസാണ്. അപ്പം മധുരം അത്യാവശ്യം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ, മധുരം അല്പം കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സോസിൻ്റെ അളവ് കുറയ്ക്കാം. 2 2.5 ടേബിൾ സ്പൂൺ എടുത്താൽ മതിയാവും. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ കുരുമുളക് പൊടിയൊക്കെ ചേർത്തുകൊണ്ട് നല്ല എരിവും മധുരവും ഒക്കെ ആകുമ്പോൾ ഒരു ടേസ്റ്റാണ്. ഇനി നമ്മൾ നേരത്തെ സവാളയിൽ അല്പം ഉപ്പേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ ബീഫ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. മുഴുവനായിട്ട് ഏകദേശം 1 കിലോയോളം ഉണ്ടാവും. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാനിവിടെ
മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബീഫ് വേവിച്ച് വെച്ച വെള്ളം ഉണ്ടായിരുന്നു, അതും നമ്മൾ കളയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ എല്ലാ സത്തുകളും ആ വെള്ളത്തിലുണ്ടാവും. അപ്പോൾ ആ വെള്ളം കൂടെ ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളം വെച്ചൊന്നും നമ്മൾ ബീഫ് വേവിക്കേണ്ട, അപ്പോൾ ഒരുപാട് വേസ്റ്റായി പോവും. അപ്പോൾ കുറച്ച് വെള്ളം വെച്ചിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നത്, ആ വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റോളം നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമ്മളിത് 1/4 വേവേ ഉണ്ടായിട്ടുള്ളൂ ബീഫ്. അപ്പോൾ ബാക്കിയൂടെ നമുക്ക് വെന്ത് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ അടച്ചു വെച്ച് വേവിച്ചതാണ് ഇത്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ബീഫ്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുറച്ച് തേങ്ങാ കൊത്താണ്. കുറച്ച് തേങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് എണ്ണയിൽ വറുത്തെടുത്തിട്ട് അതുകൂടെ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബീഫ് കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഈ തേങ്ങ ഇങ്ങനെ കടിക്കുമ്പോൾ അതൊരു വേറെ ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ആകെ ഒരു പണിയേ ഉള്ളൂ ഇത് കഴിക്കുക എന്നുള്ളത്. പൊറോട്ടയുടെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയോ ഏത് നമ്മൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലോ അതിൻ്റെ ഒക്കെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഐറ്റമാണ് ഈ ബീഫ് കൊണ്ടുള്ള ഈ വിഭവം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ കളറ് കാണുമ്പോൾ തന്നെ എന്താണ് കഴിക്കാൻ തോന്നുമ്പോൾ നല്ല റെഡ് കളറിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് നമുക്ക് ഗാർണിഷ് ചെയ്യാം. കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കുറച്ച് സവാളയും ഒക്കെ വെച്ചൊന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു കിടിലൻ ഐറ്റമാണ് ഇത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് ബീഫ് ഇഷ്ടമല്ലാത്തവർക്ക് ഇഷ്ടപ്പെടും എന്നാണ് പറയുന്നത്. പിന്നെ ഒരു വൈരുദ്ധ്യം എന്ന് പറയണമെങ്കിൽ പറയാം, എനിക്ക് ബീഫ് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കഴിക്കാറില്ല. പക്ഷേ ഇത് കഴിച്ചവരൊക്കെ അടിപൊളി ടേസ്റ്റ് ആണെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു ധൈര്യത്തിൽ നിങ്ങൾക്ക് എന്തായാലും തയ്യാറാക്കി നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന് കൂടി സെലക്ട് ചെയ്യുക. എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്